വരാം. എ കെ ബാലൻ ചേരുന്നുണ്ട്. ശ്രീ ബാലൻ, കെ സുധാകരന്റെ പ്രതികരണത്തോട് ഇന്നിപ്പോൾ വി ഡി സതീശൻ പ്രതികരിക്കുന്നു. അദ്ദേഹം അത് തിരുത്തുമെന്നുള്ള, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അതൃപ്തി സുധാകരന്റെ വാക്കുകളോട്, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഉണ്ടാകുന്നു. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടി. ഗവർണർ വിഷയത്തിൽ പോലും കൃത്യമായൊരു തീരുമാനം, ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? കെ സുധാകരന്റെ മനസ്സ് സംഘപരിവാർ മനസ്സാണ് എന്നുള്ളത് സാധാരണ മലയാളിക്ക് അറിയാവുന്ന ഒരു സത്യമാണ്. ഇപ്പോ RSSന്റെ ശാഖക്ക് കാവലിരിക്കുന്നതിന് ആളെ കൂട്ടിക്കൊടുത്ത ഒരാളാണ് ഞാൻ എന്ന് ഈ കേരളീയ സമൂഹത്തോട് യാതൊരു ലജ്ജയുമില്ലാതെ പറഞ്ഞ ഒരാളാണ്. പിന്നീട് അതിന് വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ദിവസം വിവാദങ്ങളായി. പിന്നീട് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും വിവാദങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ KPCC തിരുത്തിയാലും സുധാകരൻ വീണ്ടും ആവർത്തിക്കും. അതിന്റെ അവസാനത്തെ ഒരു ലക്ഷണമാണ് ഇപ്പം നമ്മൾ കണ്ടത്. സാധാരണ നിലയിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ KPCCയെയും കോൺഗ്രസിനെയും UDFനെയും പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തിലാണോ സുധാകരൻ ഈ പരാമർശം നടത്തിയത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സുധാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടമായി വന്നതാണ്. അത് പരിഹാസ്യമായതാണ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഉള്ളിലുള്ള സംഘപരിവാർ ശക്തികൾക്ക് ആവേശം കൊടുക്കുന്നതിനും കോൺഗ്രസിന് വെളിയിലുള്ള RSS BJP പ്രവർത്തകർക്ക് സുധാകരൻ കോൺഗ്രസിന്റെ ഉള്ളിലെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ്, RSSന് അനുകൂലമായി എന്ന സന്ദേശം കൊടുക്കുന്നതിനും അദ്ദേഹം പറഞ്ഞത് സംഘപരിവാർ അനുകൂലികളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. അതെ, സംഘപരിവാറും RSSും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് AICCയുടെയോ KPCCയുടെയോ ഏതെങ്കിലും ഔദ്യോഗികമായ രേഖയിൽ പറയുന്നുണ്ടോ? കേരളത്തിലെ സംഘപരിവാർ ശക്തികൾ, RSS പ്രവർത്തകർ, RSS സംഘടന, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ മൗലികമായ ഘടനയും ആരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനത്തെയും ജനാധിപത്യത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനത്തെയും അംഗീകരിക്കുന്നവരാണോ? എവിടുന്നാണ് ബഹുമാനപ്പെട്ട സുധാകരന് സംഘപരിവാർ അർഹത ഉള്ളവരാണെങ്കിൽ സംഘപരിവാർ ശക്തികളെയും ഇതിൽ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞത്? അർഹതയുള്ളവർ ആരെങ്കിലും എടുക്കുന്നതിന് ഇവിടെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? അർഹതയുള്ളവരാരാണ് എന്ന് പറയേണ്ടത് CPMോ CPIയോ അല്ലെങ്കിൽ കോൺഗ്രസോ BJPയോ അല്ലല്ലോ, യൂണിവേഴ്സിറ്റി അല്ലേ. ആ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് വിവിധ മേഖലകളിൽ അർഹതപ്പെട്ടവരെ സാധാരണ നിലയിൽ ഗവർണർ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അതിന് ഗവർണർക്ക് ഓപ്ഷൻ കൊടുക്കും. അതിന് പകരം യൂണിവേഴ്സിറ്റി കൊടുത്ത ഒരു ലിസ്റ്റിനപ്പുറം എങ്ങനെ RSSന്റെ കൂടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്നു, KSUവിന്റെ പ്രതിനിധികൾ വന്നു? അത് മൂടിവെക്കുന്നതിനുള്ള, ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ അദ്ദേഹം നടത്തുന്നത്. സാധാരണ നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് RSSകാരെ നോമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗവർണറുടെ കാരുണ്യത്തിൽ ഞങ്ങളുടെ നോമിനികൾ സെനറ്റിൽ വരേണ്ടതില്ല എന്ന അന്തസ്സുള്ളൊരു തീരുമാനമാണ് KPCC എടുക്കേണ്ടത്. അപ്പോ RSS നോമിനേറ്റ് ചെയ്തതിനെ ന്യായീകരിക്കാൻ ഈ ഒരു വർത്തമാനം കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് സാധിക്കൂ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അത് അദ്ദേഹം പറയാൻ നിർബന്ധിക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് സാധൂകരിക്കുക എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിന്റെ നയമാണോ? ഇതിൽ മറ്റൊന്ന്, അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ സമയത്താണ് എന്നുള്ളത് കൂടിയാണ്. അദ്ദേഹം അനുകൂലിച്ച് സംസാരിച്ചത് സംഘപരിവാറിനെ. നന്ദി ശ്രീ എ കെ ബാലൻ പ്രതികരിച്ചതിന്.